ഇത് നടക്കുന്നത് എൻ്റെ വീടിൻ്റെ ഒരു 20 മീറ്റർ ദൂരത്താണ്. എൻ്റെ വീട്ടിൽ പെട്ടെന്ന് നോക്കിയപ്പോൾ എനിക്ക് കുട്ടിയെ മനസ്സിലായി. കാരണം എൻ്റെ മകൻ്റെ വളരെ അടുത്ത കളിക്കൂട്ടുകാരനാണ്. സംഭവം ആദ്യം കണ്ടത് ഞാനാണ്. എൻ്റെ വീടിൻ്റെ 20 മീറ്റർ അപ്പുറത്താണ് അപകടം നടന്നത്. വൈദ്യുതി ഷോക്കേറ്റതാണെന്നാണ് ആദ്യം കരുതിയത്. റിമോട്ട് ഗേറ്റിൽ കുടുങ്ങി 9കാരൻ മരിച്ച സംഭവം വിശദീകരിച്ച് അയൽക്കാരൻ. 20 മീറ്റർ ദൂരത്താണ്. എൻ്റെ വീട്ടിൻ്റെ കൊലായിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ വൈകിട്ട് ഒരു 4:10 കൂടി സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് ഈ വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഒരു കുട്ടി തല കുടുങ്ങി ഗേറ്റിൽ കുടുങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു. അയൽ വീട്ടിലെ റിമോട്ട് ഗേറ്റിൽ കുടുങ്ങി ചിലവിൽ അബ്ദുൽ ഗഫൂറിന്റെയും സജ്ലയുടെയും മകൻ മുഹമ്മദ് സിനാൻ ആണ് ഇന്നലെ മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് അപകടം. വീട്ടിൽ നിന്ന് നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പോയ സിനാനെ അയൽ വീട്ടിലെ റിമോട്ട് ഗേറ്റിനുള്ളിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അതേസമയം സംഭവം അറിഞ്ഞ കുട്ടിയുടെ വല്യമ്മ ആശുപത്രിയിൽ കുഴഞ്ഞു വീണു മരിച്ചു. കുട്ടി അപകടത്തിൽപ്പെട്ട വിവരം അറിഞ്ഞ് ആശുപത്രിയിലെത്തിയ കുട്ടിയുടെ പിതാവായ ഗഫൂറിന്റെ മാതാവ് പാങ്ങ് കല്ലങ്ങാട്ടുകുഴിയിൽ ആസിയാണ് രാത്രി 12 മണിയോടെ കുഴഞ്ഞു വീണ് മരിച്ചത്. ഹജ്ജിന് പോയതിനാൽ അപകടം സംഭവിച്ച ഗേറ്റുണ്ടായിരുന്ന വീട്ടിൽ ആരും ഇല്ലായിരുന്നു. തിരൂർ MET ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥിയാണ് സിനാൻ. പോസ്റ്റ്മോർട്ടം ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിൽ നടക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വെള്ളിയാഴ്ച ചിലവിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കും. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഞാൻ ഒരു ഹൈസ്കൂളിലെ അധ്യാപകനാണ്. എന്താണ് മാഷ് ഇന്നലെ അവിടെ കണ്ടത്? എന്താ സംഭവം ഉണ്ടായത്? ഇത് നടക്കുന്നത് എൻ്റെ വീടിൻ്റെ ഒരു 20 മീറ്റർ ദൂരത്താണ്. എൻ്റെ വീട്ടിൻ്റെ കൊലായിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ വൈകിട്ട് ഒരു 4:10 കൂടി സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് ഈ വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഒരു കുട്ടി തല കുടുങ്ങി ഗേറ്റിൽ കുടുങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു. പെട്ടെന്ന് നോക്കിയപ്പോൾ എനിക്ക് കുട്ടിയെ മനസ്സിലായി. കാരണം എൻ്റെ മകൻ്റെ വളരെ അടുത്ത കളിക്കൂട്ടുകാരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് വല്ല കരണ്ടൊക്കെ പിടിച്ചതാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു നിമിഷം ശങ്കിച്ച് നിന്നിട്ട് റോട്ടിൽ നിന്നിട്ട് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, ഒരു കുട്ടിയുണ്ട് കുടുങ്ങി കിടക്കുന്നത്, അങ്ങോട്ട് പോകണ്ട, കറണ്ട് പിടിച്ചതെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ റോട്ടിലിറങ്ങി ഇവരുടെ ഒരു ബന്ധുവായിട്ടുള്ള ഒരാളെ വണ്ടി കയറ്റി കൊണ്ടുവന്ന് ഇത് കാണിച്ചു കൊടുക്കുകയും അയാൾ ഈ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് ഡോറ് തുറന്ന് അപ്പോൾ കുട്ടി താഴോട്ട് വീഴാനുണ്ടായത്. നേരെ ഹോസ്പിറ്റലിലേക്ക് ഇവർ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇത് എവിടെ, ഏത് ഭാഗത്താണ്? ഗേറ്റിന്റെ അറ്റത്തായിട്ടാണോ? ഗേറ്റിന്റെ അറ്റത്താണ് സംഭവം നടന്നിട്ടുള്ളത്. കുട്ടി തല പുറത്തേക്ക് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. മാസ്റ്റർ പ്രാഥമിക നിഗമനത്തിൽ എന്താണെന്നാണ് മനസ്സിലാവുന്നത്? സെൻസർ വർക്ക് ചെയ്യാതെ കുടുങ്ങിപ്പോയത് തന്നെയാണോ? എനിക്കത് അറിയില്ല. പക്ഷേ എന്തായാലും ഷോക്ക് അടിച്ചതൊന്നുമല്ല, ഗേറ്റ് കുടുങ്ങിയത് തന്നെയാണ്. കുട്ടി കടന്ന സമയത്ത് ഗേറ്റ് വന്ന് അടിച്ചതായിരിക്കാനാണ് സാധ്യത. എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റൂല. ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുട്ടി മരിച്ചത്. തലഭാഗമാണ് ഏകദേശം. തലയും ശരീരത്തിന്റെ പകുതി ഭാഗവും ഉണ്ട്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.